യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കേണ്ട രണ്ട് മേഖലകളിൽ രണ്ടാമത്തെ മേഖലയായ മക്കളെ ഉത്തരവാദിത്തത്തോടെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ മക്കളെ വേണ്ട എന്നുള്ള ഒരു പ്രവണത കടന്നു വരുന്നുണ്ടെന്നും, എന്ന് മാത്രമല്ല വിവാഹം പോലും വേണ്ട എന്ന് പറയുന്ന ചിന്തയിലേക്കും ഇന്നത്തെ തലമുറകൾ കടന്നു വരുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആ ചർച്ച നമ്മൾ പൂർത്തിയായില്ല, അത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇന്നത്തെ തലമുറയിൽ വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്, വിവാഹം തന്നെ വേണ്ട. ഇന്നത്തെ ഒരു കൾച്ചറാണ് ഫ്രീ ബേർഡ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെയുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സാങ്കത്യം എന്താണെന്നൊന്ന് അച്ഛനൊന്ന് തുടർന്ന് പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു. വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുത്ത് ജീവിക്കുന്ന വളരെ ഒരുപാട് പേരില്ലെങ്കിലും അങ്ങനെയുള്ള ചെറുപ്പക്കാർ, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒതുങ്ങും. ജീവിത പങ്കാളിയുമായിട്ടുള്ള അവരോടുള്ളൊരു ദൗത്യം, കടപ്പാടുണ്ട്. മക്കളെ ഒന്നായിട്ട് വളർത്തണം. അപ്പം മക്കൾക്ക് ജന്മം കൊടുക്കുക, അവരെ വളർത്തുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, വളർച്ചയുടെ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ വരും. ഉദാഹരണമായിട്ട് അതിന് കുഞ്ഞുങ്ങൾക്ക് രോഗം ഉണ്ടാകാം, കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതിനെ ശുശ്രൂഷിക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ത്യാഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ല, വിവാഹം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അനുഭവിക്കേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ജീവിക്കുന്നു, ഫ്രീ ബേർഡ് എന്ന് പറയുന്നത്. ആരും ഒന്നും ചോദിക്കാനില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജോലി, നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട്, എനിക്ക് സൗഹൃദമുണ്ട്, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെയുള്ള മനോഭാവമുള്ള ചെറുപ്പക്കാർ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരും നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്, ഞാൻ എന്തിനു വേണ്ടി, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതും മുമ്പ് പറഞ്ഞതുപോലെ മാനിസ് റാഷണൽ ആനിമൽ എന്ന് പറയുന്ന, നമുക്ക് നമ്മളുടെ താല്പര്യം, അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ സമൂഹം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നന്മകളുണ്ടെന്നുള്ളതാണ്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ സമൂഹം, നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് വ്യക്തികളുടെ നന്മ ഈ സമൂഹത്തിൽ, ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട്. അപ്പോൾ ഈ സമൂഹത്തിലെ അംഗമെന്നുള്ള നിലയിൽ നമുക്കൊരു കടപ്പാടുണ്ട്, നമ്മുടെ ജീവിതം വഴിയായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനുണ്ട്. അപ്പോൾ ഇത് ആരോടും ഒരു കടപ്പാടില്ലാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങ് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു പറയുന്നത് അവിടെയും സ്വാർത്ഥതയാണ്. അപ്പോൾ അവിടെ സമൂഹത്തിൻ്റെ പേരിൽ പോലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനോഭാവം ശരിയായിട്ടുള്ള മനോഭാവമല്ല. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, മറ്റവരാരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല.
മറ്റേത് വിവാഹം കഴിക്കാത്ത ചില ആളുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരു നോബിൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ. അത് പൊളിറ്റീഷ്യൻസ് ചിലരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതായത് നിസ്വാർത്ഥമായിട്ട് രാഷ്ട്ര സേവനം നടത്താൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാത്ത ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ. അവിടെ പോലും അവർ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ തനിക്ക് വേണ്ടി തന്നെ തനിക്ക് വേണ്ടി ജീവിക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളോട് തന്നെയുള്ള നമ്മുടെ അവിടെയാണ് പറയുക സെൽഫ് റെസ്പെക്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ആരോടും ഒരു ഇതുമില്ലാതെ അങ്ങോട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്, ഒരു തുരുത്തായിട്ട് ജീവിക്കുന്ന ഒരു ഇതാണ്. അതിന് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ ഒക്കെ സപ്പോർട്ടൊക്കെ സ്വീകരിക്കുന്ന വ്യക്തി തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മീനിങ് ഉണ്ടല്ലോ, ഒരർത്ഥം ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ. ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ജീവിതം ചുരുക്കി പറഞ്ഞതാണ്. തനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, തനിക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സമൂഹത്തിൻ്റെ സൗകര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അവിടുത്തെ സേവനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പോകുമ്പോഴും എല്ലാം ഒരു ഹോട്ടലിൽ കയറുന്നു, എത്രയോ ആളുകളുടെ സേവനമാണ്. നമ്മളൊരു സമൂഹത്തെ കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അർത്ഥപൂർണമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, ഒരു ജീവിതം, അല്ലെങ്കിൽ ഒരു ലൈഫ്. ഇത് ഇല്ലാത്തത്, അത് നമുക്ക് അതിനൊരു നീതീകരണം അത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നതെന്ന് പറയുന്നത് അതൊരു വിവാഹ ജീവിതത്തിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല നമുക്ക്. കാരണം കുഞ്ഞുങ്ങളുടെ നല്ല വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ദമ്പതികളുടെ നന്മ കണക്കിലെടുത്തുകൊണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിർന്ന് ഇനി കുഞ്ഞുങ്ങളുടെ നന്മ എന്നാണ്. ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വം എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ നന്മ, കുട്ടികളുടെ നന്മയാണ്. വിശുദ്ധ ആഗസ്തീനോസ് വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് കുട്ടികളുടെ നന്മയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ആത്മീയമായിട്ടുള്ള തലത്തിലാണ് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവരെ സ്നേഹത്തിൽ പരിശീലിപ്പിക്കാനും ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക അതാണ് കുട്ടികളുടെ നന്മ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ആത്മീയമായിട്ടുള്ള ഒരു തലത്തിൽ മാത്രം ഒതുക്കി എന്നാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സഹോദരങ്ങളിലേക്കും ഒരു സ്നേഹം ഒഴുക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കൂട്ടി വായിക്കുന്ന യേശു ശിശുക്കൾ എൻ്റെ അടുക്കലേക്ക് വരാൻ അവർ അനുവദിക്കുക അല്ലേ? മാതാപിതാക്കന്മാരുടെ ലക്ഷ്യമാണല്ലോ മക്കളെ ദൈവത്തിലേക്ക് നയിക്കുക. അപ്പോൾ അത് ഒരു ചിന്തയാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളുടെ നന്മ ഇതാണ്. അതായത് ഒരു കുടുംബത്തിൽ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊരു കുടുംബത്തിലാണ് ജന്മം കൊടുക്കുന്നത്, കുടുംബത്തിലാണ് വരുന്നത്. അതായത് മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളായിട്ടാണ് വരുന്നത് രണ്ടുപേരുടെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അതിൻ്റെ ശൈശവത്തിൽ, കുഞ്ഞുങ്ങളുടെ ശൈശവത്തിൽ എന്തിനും ഏതിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സംവിധാനം മറ്റ് ജീവികളുടേതുപോലെയല്ല. ഒരു മനുഷ്യക്കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കന്മാർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ജന്മം കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും, ഭക്ഷണം സ്വീകരിക്കണമെങ്കിൽ പോലും മാതാപിതാക്കന്മാരില്ലാതെ പറ്റില്ല. ഒരു ആശ്രയബോധമുണ്ട് എല്ലാത്തിനും. മറ്റ് ജീവികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു പക്ഷിയുടെ കുഞ്ഞ് അതിന് കുറച്ച് ദിവസങ്ങൾ അതിനെ മാതാപിതാക്കന്മാർ അതിൻ്റെ തള്ളയും ഒക്കെ പക്ഷിയെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഒരു പശുവിൻ്റെ കുട്ടി തന്നെയാണെങ്കിലും അത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും തന്നെ എഴുന്നേൽക്കാനും നടക്കാനും ഓടാനും ഒക്കെ സാധിക്കും. ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ചെറിയ നാമ്പുകൾ, പുല്ലിൻ്റെ നാമ്പുകൾ കടിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇതല്ല ഒരു മനുഷ്യ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ചിലപ്പോൾ വർഷങ്ങളോളം ഈ മാതാപിതാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, ദൈവത്തിൻ്റെ സ്നേഹം മാതാപിതാക്കന്മാരിലൂടെ
അനുഭവിക്കുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ നന്മ എന്ന് പറയുമ്പോൾ അത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വലിയ സ്വാധീനം വഹിക്കുന്നത് ശൈശവത്തിൻ്റെ അനുഭവങ്ങളാണ്. ബാല്യകാലത്തിലുള്ള ഒരു വ്യക്തിയുടെ അനുഭവമാണ് അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കുന്നത്, വലിയ പരിധിവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിന് സ്നേഹത്തിൻ്റെ അന്തരീക്ഷമില്ല, ഒരു പകരമായിട്ട് ഭയത്തിൻ്റെ അന്തരീക്ഷമാണ്, ഒരു ആകുലതയുടെ അന്തരീക്ഷമാണ് കുടുംബത്തിൽ ഉണ്ടായെങ്കിൽ അത് അതിനെ നെഗറ്റീവായിട്ട് ആ വ്യക്തി വളർന്നു വരുമ്പോൾ സ്വാധീനിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ നന്മ മുമ്പിൽ കണ്ട് ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്, ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളത്, തങ്ങൾ സുരക്ഷിതരാണെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു അനുഭവം ഈ കുഞ്ഞിനുണ്ടാകത്തക്ക വിധത്തിൽ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരസ്പര സ്നേഹവും അവരുടെ പരസ്പര ഇടപെടലും അതുപോലെ തന്നെ സംഭാഷണം വളരെ ശാന്തമായിട്ടും സന്തോഷത്തോടു കൂടിയൊക്കെയുള്ള ഒരു സന്തോഷവും, ഇതൊക്കെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയിൽ പോസിറ്റീവായിട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നൊരു കാര്യം. കുടുംബാന്തരീക്ഷം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിരിക്കണം. അത് അതിൻ്റെ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്, കുട്ടികളുടെ നന്മ. ഇതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയെന്ന് പറയുമ്പോഴത്തേക്കും പല മേഖലകളിലുള്ള വളർച്ചയുണ്ട്. ശാരീരിക വളർച്ചയുണ്ട്, മാനസിക വളർച്ചയുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയുണ്ട്, ആത്മീയമായിട്ടുള്ള വളർച്ചയുണ്ട്. അപ്പോൾ ഇവിടെ ജന്മം കൊടുത്ത കുട്ടികളെ ശാരീരികമായിട്ടുള്ള വളർച്ചയിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കും. നല്ല ഭക്ഷണം കൊടുക്കുക, അതുപോലെ ഈ ഡോക്ടർമാരെ ഇടയ്ക്ക് കാണുക, എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് വളർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ ഓവറായിട്ടുള്ള ഒരു ആൻസൈറ്റിയൊക്കെയുള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പോഷക മൂല്യമുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ശാരീരികമായിട്ടുള്ളതിൻ്റെ വളർച്ചയിൽ സഹായിക്കത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യം എൻ്റെ കുടുംബത്തിനുണ്ടോ എന്ന് നോക്കണം. കണക്കിലെടുക്കണം. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ കുഞ്ഞുങ്ങളുടെ ജനനത്തിലുള്ളൊരു ഇടവേളയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്ന ഒരു സഭ ഒക്കെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ നന്മയെ പ്രതി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക, ആ കണക്കിലെടുത്തുകൊണ്ട് ജന്മം കൊടുക്കുക. അപ്പോൾ ശാരീരികമായിട്ടുള്ള വളർച്ച അതിൽ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും, പ്രത്യേകിച്ച് പാവപ്പെട്ട സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലല്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിരതയില്ലാത്ത ഒരു കുടുംബത്തിലെ നാഥയ്ക്കുമൊക്കെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. തങ്ങൾ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു, എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഇടയിൽ പണ്ട് ചിലപ്പോഴെങ്കിലും കണ്ടുവന്നിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൂലിവേലയ്ക്ക് ഓരോ ദിവസത്തെ വേതനത്തിന് വേണ്ടിയിട്ട്, ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ചില അപ്പന്മാരാണെങ്കിൽ അവർക്ക് കിട്ടുന്നതിൻ്റെ നല്ലൊരു ഭാഗം മദ്യപാനത്തിനായിട്ട് വിനിയോഗിക്കുന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയുണ്ട്. പുകവലി, മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനാവശ്യ ചെലവുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റാണ്, അതൊരു തിന്മയാണ്, അതൊരു പാപമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊരു ഉത്തരവാദിത്വം, മക്കളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ ഒരു നല്ല ഭാഗം എൻ്റെ കുടുംബത്തിന് പോകണമെന്നുള്ളതാണ്. കാരണം കുടുംബത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്നല്ലോ അല്ല സമ്പാദിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കുടുംബത്തോടുള്ള ഒരു കടപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ അതിന് ഭക്ഷണം കൊടുക്കണം. അതിന് ഈ പാവം അമ്മ, അങ്ങനെയുള്ള ചില വീടുകൾ പണ്ടുണ്ടായിരുന്നു. ആ അമ്മ അധ്വാനിച്ച് ആ പുല്ല് ചെത്തി കന്നുകാലികളെ ഒന്നോ രണ്ടെണ്ണത്തിനെ വളർത്തി അതിൻ്റെ പാല് കൊടുത്ത് ഇതാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ
അപ്പൻ വന്നിട്ട് അതും കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കെട്ടുതാലി പോലും ഒക്കെ വിറ്റ് പറിച്ച് ഒക്കെ വയ്ക്കുന്ന അതിൻ്റെ കടമൊക്കെ വീട്ടേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. അപ്പോൾ അങ്ങനെ പണ്ട് അങ്ങനെ ചില വീടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾ. അപ്പോൾ അത് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വളർച്ച അതിനൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, അതിന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് ആ വിദ്യാഭ്യാസം അത് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് സ്കൂളിലേക്കാണ് നമ്മൾ വിടുന്നത്, എങ്ങനെയുള്ളൊരു പരിശീലനമാണ് കിട്ടുന്നത്, അപ്പോൾ എങ്ങനെയുള്ള അതിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കണം. എല്ലാ സ്കൂളിലേക്കും നമുക്ക് വിടാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്തവ മൂല്യങ്ങൾക്ക്, മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണനയൊക്കെ കൊടുക്കുന്ന, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം, ആ വിശ്വാസത്തിൽ വളരാനായിട്ടുള്ള ഒരു അവസരവും ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഇത് നമ്മൾ കൊടുക്കണം. അപ്പോൾ പലതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ വരുമ്പോഴത്തേക്കും അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിടുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അധ്യാപകരുമായിട്ടുള്ള, സ്കൂളിലേക്ക് അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഫോളോ അപ്പ് വേണം. സ്കൂളിലുള്ള പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. നല്ലൊരു സ്കൂളിലേക്ക് അങ്ങോട്ട് വിട്ടു, അത് അപ്പന്മാരാണെങ്കിൽ പലധികം പോകുന്നേയില്ല. ഒരു PTA മീറ്റിംഗ് ഉണ്ടായാൽ അതിൻ്റെ പണി അമ്മയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടതാണ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ ഒക്കെ വരുമ്പോഴത്തേക്കും. പിന്നെ ഇവരുടെ ഈ കുട്ടികളുടെ ഈ വളർച്ചയിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യം, അത് കത്തോലിക്കരുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കത്തോലിക്ക ഭവനങ്ങളിൽ മാത്രമല്ല, മറ്റ് ഭവനങ്ങളിലും ഈ കുട്ടികൾ അവർ വളരേണ്ടത് ഓരോരുത്തർക്കും. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ടുള്ള അത് നിശ്ചയിക്കരുത് മാതാപിതാക്കന്മാരല്ല. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഈ കുട്ടികളുടെ താല്പര്യങ്ങൾ. അപ്പം പഠനത്തിലാണെങ്കിൽ ഏതൊക്കെ തലത്തിലേക്കാണ് കുട്ടികൾക്ക് ഉയരാനായിട്ടുള്ള സാധ്യത, ഉയർന്ന വിദ്യാഭ്യാസം എവിടെയാണ്, ഏതിനോടാണ് താല്പര്യം എന്നൊക്കെ ഉള്ളത് കുറേയൊക്കെ അറിയാനായിട്ട് അഭിരുചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിരുചി എന്തെന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് ഏതാണ്ട് മനസ്സിലാകും. അപ്പം നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന കുട്ടികൾ കാണും. അപ്പോൾ അതിന് കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾ കാണും. ഇന്ന് ഈ മാതാപിതാക്കന്മാർ ഡിക്റ്റേറ്റ് ചെയ്യണം, നീ ഡോക്ടറാകണം, നീ ഇന്നതാകണം, IAS ആണ്. ഇപ്പോഴൊക്കെ ഡോക്ടറും കഴിഞ്ഞിട്ട് ഇപ്പോൾ IASലേക്കാണ്. അപ്പോൾ കുറേ കാലത്ത് CA-കാരനാകണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. IASലേക്കാണ്. അപ്പോൾ ചുരുങ്ങിയ ഇതാണെന്നുള്ളതാണ്. ചുരുങ്ങിയത് ഇങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അതായത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആണ് കുഞ്ഞുങ്ങൾ വളരേണ്ടതെന്നുള്ളത്. ആ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാമല്ലോ, മാത്സ്, കണക്കിനോട് ഒരു താല്പര്യമില്ലാത്ത കുട്ടികൾ കാണും. അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത, അത് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശാസ്ത്രീയമായിട്ടുള്ള ആ പഠനത്തിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അവരെ എത്ര നോക്കിക്കഴിഞ്ഞാലും അവർക്ക് പറ്റിയല്ല. അത് ഹിസ്റ്ററിയിലായിരിക്കും താല്പര്യം വരുന്നത്, ചരിത്രത്തിലായിരിക്കാം. അപ്പോൾ ഇത് ഓരോ കുട്ടികളുടെയും അഭിരുചി അനുസരിച്ച് വളരേണ്ട ഒരു കാര്യമാണ്, നോക്കേണ്ടവരാണ്. അഭിരുചി നോക്കേണ്ടവരാണ്. അത് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയൊരു ബേർഡനാണ്. അത് നമ്മൾ ഓർക്കണം. അതായത് തങ്ങൾക്ക് താല്പര്യമില്ലാത്തതും തങ്ങൾക്ക് മനസ്സിലാകാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് മാതാപിതാക്കന്മാർ കൊടുക്കുന്ന വലിയൊരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദം എന്ന് പറയുന്നത് ബാല്യം ഒരു സമ്മർദ്ദത്തിൽ കഴിയുകയാണ്. അതിനൊരു എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഈ ബാല്യം ഒരു സന്തോഷപ്രദമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാമല്ലോ, സ്കൂളിൽ തന്നെ ഒരുപാട് സമയം പഠനത്തിനായിട്ടും ഇങ്ങനെയായിട്ട് ചിലവഴിക്കുന്നു. വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നേതായി. അപ്പോൾ ഒരു സമ്മർദ്ദം സഹിക്കാത്ത കുട്ടികൾ കാണും, ഇങ്ങനെയായിട്ടുള്ളൊരു സമ്മർദ്ദം. കാരണം പേരൻസിൻ്റെ അവരുടെ ഡ്രീംസ് അനുസരിച്ച് ഉയരാൻ പറ്റാത്തതിൻ്റെ ടെൻഷനുണ്ട്. അത് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ വളർച്ചയൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിലും മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. മാനസികമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മാനസികമായിട്ടുള്ള കാര്യം വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം കൊടുക്കണം. അത് സുരക്ഷിതമാണെന്നുള്ളൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകത്തക്ക വിധത്തിൽ പെരുമാറണം. ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷം ഉണ്ടാകാതെ. അപ്പോൾ ഇങ്ങനെയാണ് മാതാപിതാക്കന്മാർ
അവരുടെ ഒരു അതോറിറ്റി അല്ല അവരുണ്ട്. അതേസമയം അവർ ഫ്രണ്ട്സും ആയിരിക്കണം. അതായത് തങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ, തങ്ങളുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം ഒക്കെ തുറന്നു പറയാനായിട്ടുള്ള ഒരു സ്നേഹിതരും ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഈ മാതാപിതാക്കന്മാർ കൊടുക്കണം. അതേസമയം അമിത ലാളന പാടുകയില്ല എന്നുള്ളതാണ്. ഒരു മാനസികമായിട്ടുള്ള ഒരു അമിത ലാളന വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രൊട്ടക്ഷൻ, ഓവർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഈ കാരണവന്മാർ തീരുമാനിക്കുകയാണ്. ആഗ്രഹം പറയുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ എല്ലാം നിവൃത്തിയാക്കുന്നു എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി വലുതായി കഴിഞ്ഞാലും കല്യാണം കഴിക്കണോ വേണ്ടയോ, അപ്പം പറയണ പെണ്ണ് ഞാൻ കെട്ടിക്കോളാം, കാണാൻ പോവില്ല. അപ്പോൾ ഒരു അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കൊടുക്കലും. അതായത് ഈ കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു ചിന്തിക്കാനും സ്വാതന്ത്ര്യം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം, സ്വയമായിട്ട് തീരുമാനം എടുക്കാനും, ഞാൻ എന്ത് ഷർട്ട് ഇടണം, ഞാനൊരു ചീപ്പ് മേടിക്കുകയാണെങ്കിൽ ഏത് നിറത്തിലുള്ള ചീപ്പ് മേടിക്കണം, എൻ്റെ ഷൂ എങ്ങനെയുള്ളതായിരിക്കണം, അപ്പോൾ ഇതൊക്കെ നിനക്കിഷ്ടമുള്ള, നിനക്കേതിനാണ് താല്പര്യമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്കൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക്, അതൊരു മാനസിക പക്വതയിലേക്കാണ് വരുന്ന ഒരു കാര്യം. സ്വയം തീരുമാനം എടുക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള ലാളനയും പ്രൊട്ടക്ഷനും ഒക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സഹനം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ സഹനത്തെ സ്വീകരിക്കാനായിട്ടോ അതിനെ വേണ്ട വിധത്തിൽ നേരിടാനായിട്ടോ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാനസികമായിട്ടുള്ള ഒരു പക്വത. പ്രത്യേകിച്ച് നമ്മളിന്ന് ഓർക്കണം, ഇവിടെയും കുഞ്ഞുങ്ങളുടെ നന്മ, ഈ 1-2 കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഇതിന് പങ്കുവയ്പ്പെന്ന് പറയുന്നൊരു സംഗതിയുണ്ട് കുടുംബത്തിൽ. ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് തന്നെ ഒരു പങ്കുവയ്പ്പിൻ്റെ, ഒരുമിച്ച് സംസാരിക്കാനായിട്ട്, ഒരുമിച്ച് കളിക്കാനായിട്ട്. ഇതിപ്പം പല വീടുകളിലും കുഞ്ഞുങ്ങൾ ഒരുതരം ഏകരായിട്ട് കഴിയുകയാണ്, അനാഥരായിട്ട് കഴിയുകയാണ്. ഒരു മിണ്ടി പറയാനായിട്ട് ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വം പിതൃത്വം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഒരെണ്ണം മതി ഇങ്ങനെയുള്ള കാര്യം. ഞങ്ങളുടെ സൗകര്യവും കുഞ്ഞിൻ്റെ നല്ല വളർച്ചയെന്നൊക്കെ പറയുന്നത്, പക്ഷേ നല്ല വളർച്ച സംഭവിക്കണമെന്നില്ല ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പം മാനസികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇത് മാമോദീസ എന്ന കുദാശ വഴിയായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ക്രൈസ്തവ കുഞ്ഞുങ്ങൾ വളരുകയാണ്. മാമോദീസ എന്ന വഴി ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ഈ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ മക്കളായി കൂടി അവരെ വളർത്തണം. തങ്ങളുടെ മക്കളായിട്ട് മാത്രം അവരെ പരിഗണിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ മക്കളായിട്ട് അവരെ വളർത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം, അതിൽ വിശുദ്ധി. അപ്പം വിശുദ്ധിയിൽ വളരാനായിട്ടുള്ള ഒരു അവസരം. അപ്പം ഇവിടെ വിശ്വാസത്തിൽ നമുക്കറിയാം, മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ എന്ന് പറയുന്നത് ഒന്നും അറിയാതെയാണ് സ്വീകരിക്കുന്നത്. അപ്പം ഗ്രാജുവലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ഒരു അറിവ്, അതിൻ്റെ ഒരു പരിശീലനം, ആദ്യത്തെ കളരി എന്ന് പറയുന്നത് കുടുംബമാണ്. നമുക്കത് ഇത് തീരുമില്ല എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആത്മീയ വശം കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടർന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹത്തിലൂടെയുള്ള സമർപ്പണത്തിലൂടെയും ഉത്തരവാദിത്വപൂർണമായ മാതൃകാപരമായ മക്കളെ വളർത്തുന്നതിലൊക്കെ കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡ് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ആ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ തുടർന്ന് ചിന്തിക്കുകയാണ്. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഒത്തിരി നന്ദി. നമസ്കാരം.